ഹലോ, സൗജത്തൻ ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കജൂർ കേക്കാണ്. അതിന് വേണ്ടുന്നത് 8 മുട്ട, 1/2 കിലോ പഞ്ചസാര, പിന്നെ വേണ്ടുന്നത് നല്ലോണം 3 സ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്ക് ഇതിനെ യോജിപ്പിച്ച് കൊടുക്കാം. നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു. അതിനെ നമുക്ക് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കണം. പൊടി ഇട്ട് കൊടുത്തു. ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് അപ്പക്കാരം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. കുറച്ച് സമയം കൂടി നമ്മൾ അതിനെ യോജിപ്പിച്ച് കൊടുക്കണം. യോജിപ്പിച്ച് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ മൈദപ്പൊടി 700 ഗ്രാം മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 700 ഗ്രാം മൈദപ്പൊടി ഇട്ട് കൊടുത്തു. മൈദപ്പൊടി. പിന്നെ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും 1/2 കിലോനാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ നമുക്ക് കെമിക്കലൊന്നും ചേർക്കണ്ട. കളറിലൊക്കെ ഭയങ്കര കെമിക്കലുള്ളത് കൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. റവ, മൈദ, ഏലക്കാപ്പൊടി, ഉപ്പ് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് അതിനെ നമ്മൾ കുഴച്ചെടുത്തു. നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തു. അതിൽ നമ്മൾ പശു നെയ്യും ചേർക്കണം. നമുക്കിതിനെ മുറിച്ചെടുക്കാം. ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പൊരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഹലോ, നമ്മുടെ കജൂർ കേക്ക് റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൗജത്തൻ ബ്ലോഗിനെ കൂട്ടാക്കുക. നന്ദി, നമസ്കാരം.